കല്യാണം ആകുമ്പോഴേക്കും സാരി ഉടുക്കാൻ പാകത്തിനെങ്കിലും തടി വെക്കണം എന്നാണ് മുത്തശ്ശിമാരുടെ കൽപ്പന. അതിനുവേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. പാർലറിലൊന്നും അധികം പോകാൻ ഞങ്ങൾ രണ്ടിനും ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ട് അതും അവര് തന്നെ ഏറ്റെടുത്തു. എന്തൊക്കെയോ അരച്ചതും പൊടിച്ചതും ഒക്കെ മുടിയിലും മുഖത്തും തേച്ച് പിടിപ്പിച്ചു തരും. പിന്നെ ആകെ ഉണ്ടായ ഒരു നല്ല കാര്യം, കുളം മുത്തശ്ശൻ ആളെ വെച്ച് വൃത്തിയാക്കി. ഇപ്പൊ അതിലാണ് മഞ്ഞളൊക്കെ തേച്ച് കഴിഞ്ഞുള്ള ഞങ്ങളുടെ നീരാട്ട്. അപ്പോനാണ് കുളത്തിൽ കുളിക്കാന്ന് കേൾക്കുമ്പോഴേ മടിയാണ്. മുത്തശ്ശിമാരെ കാണാതെ പലപ്പോഴും മുങ്ങും. എനിക്കാണ് അതാണ് ഏറ്റവും ഇഷ്ടം. നാളെ രാവിലെയാണ് മോതിരം മാറ്റത്തിന് മുഹൂർത്തം കുറിച്ച് കിട്ടിയത്. കുളിച്ച് അമ്പലത്തിൽ പോയി വന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മാത്രം സാന്നിധ്യത്തിൽ ഒരു കുഞ്ഞു റിംഗ് എക്സ്ചേഞ്ച്, അത്രയേ ഉള്ളൂ. ഇത്രയും ദിവസത്തെ മുത്തശ്ശിമാരുടെ കഷ്ടപ്പാട് വെറുതെ ആയില്ല. മുഖത്തും ശരീരത്തിന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. ചേച്ചി, ഞാൻ ഇതൊക്കെ ഇവിടുത്തെ ബാത്റൂമിൽ നിന്ന് തന്നെ കഴുകിക്കളയാൻ പോവാണ്. എനിക്ക് വയ്യ ഇനി കുളത്തിൽ പോയി കുളിക്കാൻ. എങ്കിൽ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോ നച്ചു എവിടെ? ചേച്ചി കുളിക്കാൻ കുളത്തിൽ പോയി. എനിക്ക് മടിയായോണ്ട് ഞാൻ പോയില്ല. കുറച്ച് കഴിയും വരാൻ. അത്യാവശ്യമാണ് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം. അതൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം. അവിടേക്ക് പോകുന്നൊക്കെ കൊള്ളാം. രണ്ടും മുത്തശ്ശിമാരുടെയും കണ്ണിപ്പെടാതെ നോക്കിക്കോ. രണ്ടും കൽപ്പിച്ച് പോയി നോക്കാം. ആരെങ്കിലും കണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയാം എന്നുള്ള ചിന്തയിൽ ശിവ മെല്ലെ കുളത്തിന്റെ അവിടേക്ക് പോയി. എന്തോ ഭാഗ്യത്തിന് ആ ഭാഗത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നച്ചുവൊക്കെ കുളത്തിൽ കുളിക്കാൻ തുടങ്ങിയത് പിന്നെ മുത്തശ്ശൻ പുറത്തുനിന്ന് കുളത്തിലേക്കുള്ള വഴിയൊക്കെ അടച്ചു. ഇപ്പൊ ആകെ വീടിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയൂ. അതിനും വാതിലും ഡ്രസ് മാറാനുള്ള കുഞ്ഞുമുറിയും ഒക്കെ ഉണ്ടാക്കി. നച്ചുവാണെ ഒറ്റയ്ക്കായതുകൊണ്ട് വാതിൽ ചെറുതായി ചാരി വെച്ചതേ ഉള്ളൂ. ഈ സമയത്തൊന്നും ആരും അവിടേക്ക് വരാറില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ശിവ ചെറുതായി ചാരിയ വാതിൽ തുറന്ന് അകത്ത് കയറി അടച്ച് കുറ്റിയിട്ടു. ഈ പെണ്ണിത് എവിടെ പോയി? ഇനി കുളിച്ചു പോയോ? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. നച്ചുവിനെ കാണാത്തതുകൊണ്ട് ശിവ പടികൾ ഇറങ്ങി വെള്ളമുള്ള പടിയിലേക്ക് ഇറങ്ങി. പെട്ടെന്നാണ് അവനെ ഞെട്ടിച്ചുകൊണ്ട് നച്ചു വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നത്. ദേവേട്ടൻ പേടിച്ചില്ലേ? പിന്നെ നിന്നെ കണ്ടിട്ടല്ലേ ഞാനിനി പേടിക്കുന്നേ. ഞാൻ കണ്ടതില്ലേ, ഞാൻ പെട്ടെന്ന് മുന്നിൽ വന്നപ്പോ ഞെട്ടിയത്. അത് പിന്നെ ആരായാലും പെട്ടെന്ന് മുന്നിൽ വന്നാ ഒന്ന് ഞെട്ടും. അതല്ലേ ഞാൻ അങ്ങനെ ചെയ്തേ. എന്താണ്, എന്നെ അന്വേഷിച്ചു വന്നതാണോ? ആ, ഞാൻ അപ്പുവിനോട് ചോദിച്ചു. അവളാ പറഞ്ഞത് തമ്പുരാട്ടി നീരാട്ടിനെ കുളത്തിലേക്ക് പോയിട്ടുണ്ടെന്ന്. അതും ഒരു കണക്കിന് ശരിയാണ്. രണ്ടു മുത്തശ്ശിമാരും കൂടെ മഞ്ഞളും ചന്ദനവും ഒക്കെ അരച്ചു തേച്ച് ഇപ്പൊ ഞങ്ങളെ തമ്പുരാട്ടിമാരെ പോലെയാണ് കുളിക്കാൻ വിടുന്നത്. കണ്ടില്ലേ, ബോഡിയിലൊക്കെ കുറച്ച് കളർ വെച്ചതുപോലെ ഇല്ലേ? അത് ശരിയാ, ശരീരത്തിലെല്ലാം നല്ലോണം കളർ വെച്ചതുപോലെയുണ്ട്. പക്ഷെ കാണാൻ ചാൻസ് കിട്ടിയത് ഇപ്പോഴല്ലേ? ശിവ അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ നോട്ടവും പറച്ചിലും കേട്ടപ്പോഴാണ് നച്ചു തന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കിയത്. ഇതിലും ഭേദം ഒന്നും ഇടാതെ നിൽക്കുന്നതായിരുന്നു എന്ന് തോന്നി. ആകെയുള്ളത് ഒരു കുഞ്ഞു ബാത്ത് ടവൽ മാത്രമാണ്. അതാണ് മുട്ടിന് ഒരുപാട് മുകളിലാണ്. നെഞ്ചി കച്ച കെട്ടിയതുപോലെ ഉടുപ്പിച്ച് മുത്തശ്ശി കാണിച്ചു കൊടുത്തതാണ്. ഇനി കാണാൻ ഒന്നും ബാക്കിയില്ല. വെള്ളം നനഞ്ഞ കാരണം ബാത്ത് ടവലിൽ കൂടി എല്ലാം നല്ലോണം കാണാം. പെട്ടെന്ന് അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയെന്ന്. നേരിട്ട് ഒന്ന് പുറത്തേക്ക് പോയി, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ പെട്ടെന്ന് നിനക്ക് എന്ത് പറ്റി? ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഞാൻ ഇവിടെ നിന്നപ്പോൾ. നീ അല്ലേ എന്നോട് പറഞ്ഞത് ബോഡിയിലൊക്കെ കുറച്ച് കളർ വന്നുവെന്ന്? ഞാനത് വൃത്തിയിലൊന്നും കണ്ടില്ല. ഇങ്ങോട്ട് കയറി വന്നാലല്ലേ കാണാൻ പറ്റും. നേരത്തെ ഒന്നും ക്ലിയർ ആയില്ല. ദേവേട്ടാ, ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും. എന്തു പറയാൻ? ഞാൻ കുളിക്കുമ്പോ ഇവിടെ വന്നത്, എന്നിട്ട് നീ ഈ കോലത്തിൽ എന്റെ മുന്നിൽ വന്നതും പറയില്ലേ? അത് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, അതുകൊണ്ടല്ലേ. എന്തായാലും കുറച്ച് കണ്ടല്ലോ, ഇനി ബാക്കി കൂടെ കണ്ടിട്ട് പോ എന്നാ ഞാൻ വിചാരിക്കുന്നത്. അല്ലേ വേണ്ട, നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചു കുളിച്ചാലോ? കുറെ ആയി കുളത്തിലൊക്കെ ഒന്ന് നീന്തി കുളിച്ചിട്ട്. ഇപ്പോഴാണ് നീ ഉണ്ടല്ലോ ഒരു കമ്പനിക്ക്. ഇട്ടിരുന്ന ഷർട്ട് അഴിച്ച് ശിവ പടവിലേക്ക് വെള്ളം ആകാതെ വെച്ചു. കുളത്തിലേക്ക് മെല്ലെ ഇറങ്ങി. ദേവേട്ട വേണ്ട, ഞാൻ ഇപ്പൊ ഒച്ച ഉണ്ടാക്കും. എന്നിട്ട് എല്ലാവരും വരുമ്പോ ഞാൻ പറയും നിനക്ക് ഒറ്റയ്ക്ക് പേടിയായോണ്ട് ഞാൻ കൂട്ടു വന്നതാണെന്ന്. സംസാരിച്ചുകൊണ്ട് തന്നെ ശിവ നച്ചുവിന്റെ അടുത്തേക്ക് വന്നു. രണ്ടാൾ നെഞ്ചൊപ്പം വെള്ളത്തിൽ മുഖത്തോട് മുഖം നിന്നു. നച്ചുവിനാണ് ഇതുവരെ ഇല്ലാത്ത നാണോ വിറയിലും ഒക്കെ എവിടെന്നൊക്കെയോ കയറി വരുന്നത് പോലെ ഒരു ഫീലായിരുന്നു. മുഖം ഉയർത്താതെ നിൽക്കുന്ന നച്ചുവിനെ ശിവ ഒരു കൈകൊണ്ട് തന്നോട് ചേർത്ത് മറു കൈകൊണ്ട് അവളുടെ മുഖം ഉയർത്തി. ദേവേട്ടന്റെ നച്ചുക്കുട്ടിയുടെ മുഖത്ത് നാണമൊക്കെ വരുമെന്ന് ഇപ്പോഴാ മനസ്സിലായത്. നീ അല്ലേ പറഞ്ഞത് ഇങ്ങനെയൊന്നും നിന്നാലും നിനക്കൊന്നും തോന്നില്ലെന്ന്? എന്നിട്ടാണോ മുഖമൊക്കെ ഇങ്ങനെ ചുവന്ന് തല ഉയർത്തി എന്നെ നോക്കാൻ പോലും പറ്റാത്തത്? ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്തോ എനിക്കറിയില്ല. ദേവേട്ട ഇങ്ങനെ ഒരുപാട് അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലുള്ള ഫീലാണ് തോന്നുന്നത്. ആ, അതാണ് നാണമെന്ന് ഞങ്ങൾ പച്ച മലയാളത്തിൽ പറയുന്ന സാധനം. ഇപ്പോഴെങ്കിലും മോക്ക് മനസ്സിലായല്ലോ അതൊക്കെ നിനക്കും ഉണ്ടാവുമെന്ന്. എല്ലാവരുടെയും മുന്നിലൊന്നും ഒരു പെൺകുട്ടിക്ക് നാണം വരില്ല നച്ചു. തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാണിന് മുന്നിൽ ഇതുപോലെയൊക്കെ നിൽക്കുമ്പോൾ ഏത് പെണ്ണിനും കുറച്ചൊക്കെ നാണം തോന്നും. അതിന് ബിക്കിനിയിട്ട് കൂളായി എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നവൾ ആണെങ്കിലും ശരി. ഇനി അങ്ങനെ അല്ലാത്തവരും ചിലപ്പോ ഉണ്ടാവും. പൊതുവെ എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദേ, നീ ഇങ്ങനെ തന്നെ കുറച്ചു സമയം കൂടി നിന്ന് പൊന്നു മോളെ, പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല. സോ റിസ്ക് എടുക്കാൻ എനിക്ക് ഇപ്പൊ തീരെ താല്പര്യമില്ല. ഇത്രയും നാൾ കാത്തിരുന്നില്ലേ നമ്മൾ? ഇനി കുറച്ചു നാൾ കൂടി കാത്തിരിക്കാം. കാത്തിരുന്ന് കിട്ടുന്നതിന് മധുരം കൂടുമെന്നാണല്ലോ. അപ്പൊ ദേവേട്ടന്റെ നച്ചുക്കുട്ടി എനിക്ക് കല്യാണം വരെ പിടിച്ചു നിൽക്കാൻ ഒരു അടിപൊളി കിസ് തന്നിട്ട് കേൾപ്പിക്കോ. ദേ, നീ തന്നില്ലേ ഞാൻ തരാം.
എനിക്കാണ് തുടങ്ങിയ പിന്നെ നിർത്താൻ പാടാണ്. അത് വേണോ? വേണ്ട, ഞാൻ തരാം. കണ്ണടയ്ക്കാനൊന്നും പറയരുത്. എനിക്ക് കാണണം നിന്റെ കണ്ണിൽ എന്നോടുള്ള ഫീലിങ്സ് ഒക്കെ. നച്ചു അവന്റെ ശരീരത്തോട് കുറച്ചുകൂടി അടുത്തു നിന്ന് മെല്ലെ തന്റെ ചുണ്ടുകൾ അവന്റെ ചുണ്ടുകളോട് ചേർത്ത് ചുംബിച്ചു തുടങ്ങി. ശിവ അവളെ ചേർത്ത് പിടിക്കുക മാത്രം ചെയ്തു. നച്ചു ആദ്യം മടിയോടെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ആവേശത്തോടെ അവനെ ചുംബിച്ചു. ശിവയ്ക്കും അവളെ തിരിച്ചു ചുംബിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാളും പരസ്പരം തങ്ങളുടെ സ്നേഹം പകർന്നു കൊടുക്കുകയായിരുന്നു ആ ഒരു ചുംബനത്തിലൂടെ. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ നച്ചു മെല്ലെ അടർന്നു മാറി ശിവയുടെ നെഞ്ചോട് ചേർന്ന് നിന്നു. അപ്പോഴാണ് ശിവ അവളുടെ മുഖത്തേക്ക് നോക്കിയത്. അവന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റാത്ത എന്തോ കണ്ടതുപോലെ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. നച്ചുവിന്റെ കഴുത്തിലുള്ള മാല കണ്ടായിരുന്നു അത്. താൻ ബോധമില്ലാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് തനിക്ക് കിട്ടിയ സെയിം മാലയും ലോക്കറ്റുമാണ് നച്ചുവിന്റെ കഴുത്തിലെന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് അവന് മനസ്സിലാക്കാൻ പറ്റി. കാരണം ആ മാല ഇപ്പോഴും തന്റെ കഴുത്തിലുണ്ട്. എല്ലാ ദിവസവും അതൊരു പ്രാവശ്യമെങ്കിലും താൻ കാണുമ്പോൾ ആ കുട്ടി ഓർമ്മിക്കാറുണ്ട്. അവളോട് ചെയ്ത തെറ്റ് തന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയോട് ചെയ്യുന്ന ആദ്യത്തെ അവസാനത്തെയാണെന്ന് അവൻ ഉറപ്പിക്കാൻ എന്നും ആ മാല കാണുക എന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴും അത് കഴുത്തിൽ നിന്ന് അഴിക്കാതെ ഇരിക്കുന്നത്. ശിവ ഒന്നും മിണ്ടാതെ തന്റെ കഴുത്തിലേക്ക് നോക്കുന്ന കണ്ടപ്പോഴാണ് നച്ചു അത് ശ്രദ്ധിച്ചത്. തന്റെ മാലയിലാണ് ദേവേട്ടന്റെ കണ്ണുകൾ. ഇനി ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ലെന്ന് തോന്നി. ചിലപ്പോൾ ഞാൻ എന്തേലും പറഞ്ഞാൽ ദേവേട്ടൻ വിശ്വസിക്കുമായിരിക്കും. പക്ഷെ പിന്നീട് അറിഞ്ഞാൽ അത് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതാണ് എല്ലാം തുറന്നു പറയാനുള്ള യഥാർത്ഥ സമയം. ഇപ്പൊ ആണെങ്കിൽ താൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാകും. വേറെ ആരുടെയെങ്കിലും അടുത്ത് നിന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്കൊരു ചാൻസ് പറയാൻ കിട്ടിയെന്ന് വരില്ല. ദേവേട്ട, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ മാല കണ്ടിട്ട് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാം പറയാം, പക്ഷെ എല്ലാം സമാധാനമായിട്ട് കേൾക്കണം. ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് വരാം. ഇവിടെ തന്നെ ഇരിക്കണം, വീട്ടിലേക്ക് പോകരുത്. നച്ചു കയറിപ്പോയിട്ട് ശിവ കുറച്ചു നേരം കൂടി വെള്ളത്തിൽ തന്നെ നിന്നു. പിന്നെ 1-2 പ്രാവശ്യം വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്നു. പക്ഷെ ടെൻഷൻ കാരണം എത്ര വെള്ളത്തിൽ മുങ്ങിയിട്ടും ദേഹത്ത് ചൂടുള്ളത് പോലെയൊക്കെ തോന്നുന്നു. എന്നാലും ഇവൾ എങ്ങനെ ആ പെൺകുട്ടിയാവും? ഒരിക്കൽ പോലും ഇന്ത്യയിൽ വന്നിട്ടില്ലെന്നല്ലേ നച്ചു പറഞ്ഞത്? ദേവേട്ട, കയറി വാ. ഇത് വെച്ച് തല തോർത്താൻ നോക്ക്. വെറുതെ അസുഖം വല്ലതും പിടിപ്പിക്കാൻ നിൽക്കണ്ട. എനിക്ക് നാളെ ഈ ചെക്കന്റെ കൂടെ എന്റെ നിശ്ചയം നടത്താനുള്ളതാണ്. അത് അസുഖം കാരണം മാറ്റി വെക്കാനൊന്നും പറ്റില്ല. താൻ പറഞ്ഞു കേട്ടിട്ടും ദേവേട്ടന് ഒരു റിയാക്ഷനും ഇല്ലല്ലോ. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എന്താകും ദേവേട്ടന്റെ അവസ്ഥ? ദേവേട്ട അന്ന് ബാംഗ്ലൂരിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്നെ തന്നെയാണ്. ഉറപ്പുണ്ടായിട്ടും അവൾ അത് പറഞ്ഞു കേട്ടപ്പോൾ ശിവ വല്ലാതെ ഒന്ന് ഞെട്ടി. അവന്റെ തല അവളുടെ മുന്നിൽ കുനിഞ്ഞു. പിന്നീട് താനും അജു നാട്ടിലേക്ക് ആരും അറിയാതെ വന്നതും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ പ്ലാൻ ചെയ്തതും അതിനുശേഷം ഉണ്ടായതും ഒക്കെ വിശദമായി പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവന് നച്ചുവിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്തതുപോലെ തോന്നി. നച്ചു, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നോടെന്നല്ല ഒരു പെൺകുട്ടിയോടും അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കറിയില്ല ഞാൻ നിന്നോട് എങ്ങനെ മാപ്പ് ചോദിക്കേണ്ടതെന്ന്. മാപ്പ് ചോദിച്ചാൽ തീരുന്ന തെറ്റല്ലെന്നും എനിക്കറിയാം. ഇത്രയും നാൾ നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു പക്ഷെ നിന്നെ ഇങ്ങനെയൊന്നും. എന്നെ സ്നേഹിക്കില്ലെന്നല്ലേ പ്രണയിക്കില്ലെന്നല്ലേ ദേവേട്ടൻ പറയാൻ പോകുന്നത്? അതെനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ ഇത്രയും നാൾ എല്ലാം മറച്ചു വെച്ചത്. ഞാൻ ആദ്യം വന്ന സമയത്തൊക്കെ ദേവേട്ടനോട് മിണ്ടാതിരുന്നതും ദേഷ്യവും വെറുപ്പും ഉള്ളതുപോലെ പെരുമാറിയതും ദേവേട്ടന് തന്നെ അറിയാലോ. അതിന്റെ കാരണം ഇതാണ്. എന്നാൽ പിന്നീട് തിരുമേനി വന്ന് നമ്മുടെ പുനർജന്മത്തിന്റെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും അജുവിന് എന്തോ ഒരു സംശയമൊക്കെ തോന്നി തുടങ്ങി. വീട്ടിലുള്ള ദേവേട്ടന്റെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ ഒരു വൃത്തികെട്ടനാണെന്ന് തോന്നില്ലെന്ന് അജുവും പറഞ്ഞു. എന്നിട്ട് എനിക്ക് എല്ലാം ദേവേട്ടന്റെ അഭിനയമായിട്ടാണ് തോന്നിയത്. പിന്നീട് അജയേട്ടൻ വന്ന് ദേവേട്ടന് ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നത് പോലെ സംസാരിക്കാത്തതൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും അജു ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴാണ് അന്ന് അവിടെ എന്താ സംഭവിച്ചതെന്ന് അജയേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. എന്തോ അത് വിശ്വസിക്കാതിരിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ പപ്പയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡ്രഗ് യൂസ് ചെയ്തിട്ട് ആൾക്കാർ എന്തൊക്കെയോ ഉപദ്രവങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നേരെ പോലും കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ഡ്രഗ് ഒരാളുടെ ബോഡിയിൽ ചെന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അറിയാതെ ആണെങ്കിലും സംഭവിച്ചു പോയ തെറ്റിന്റെ പേരിൽ ദേവേട്ടൻ ഞങ്ങളോട് ക്ഷമ പറയാൻ ഞങ്ങളെ അന്വേഷിച്ചതും അതിന്റെ പേരിൽ ഒരുപാട് വിഷമിച്ചതും ഒക്കെ അജയേട്ടൻ പറഞ്ഞു കേട്ടപ്പോൾ വീണ്ടും കുറ്റപ്പെടുത്താനൊന്നും തോന്നിയില്ല. അന്നേ ഞാൻ എല്ലാം ക്ഷമിച്ചു മറന്നതാണ്. എന്നോട് ഇഷ്ടം പറഞ്ഞതിന് ശേഷം അതൊക്കെ തുറന്നു പറഞ്ഞാൽ മാത്രമേ എന്റെ ലൈഫിൽ ദേവേട്ടനൊരു ചാൻസ് ഞാൻ തരൂ എന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. അന്ന് രാത്രി എല്ലാം ഒരുപാട് വേദനയോടെ എന്നോട് പറഞ്ഞില്ലേ? ആ നിമിഷം മുതൽ ഞാൻ അതൊക്കെ എന്നേക്കുമായി ഒഴിവാക്കി. ഇനി നമുക്കിടയിൽ ആ കാര്യത്തെക്കുറിച്ച് ഒരു സംസാരം ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സോ ദേവേട്ടനെ എല്ലാം മറന്നു കളഞ്ഞേ പറ്റൂ. പിന്നെ എനിക്ക് ദേവേട്ടനോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? അതിന് ദേവേട്ടൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഞാൻ ക്ഷമിക്കുന്നേ? നച്ചു, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പെട്ടെന്നെല്ലാം മറക്കാനൊന്നും പറ്റില്ല. എനിക്ക് ദേവേട്ടൻ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. പ്രായച്ചിത്തമായിട്ട് കഴുത്തിലുള്ള മാല എനിക്ക് പപ്പ ഗിഫ്റ്റ് തന്നതാണ്. അത് തിരിച്ചു തരണം. പിന്നെ ഈ ജന്മത്തിലും ഇനിയുള്ള ജന്മത്തിലും എന്നെ ഇതുപോലെ ചേർത്ത് നിർത്തി ഒരുപാട് സ്നേഹിക്കണം. എന്തേ പറ്റില്ലേ? അവളെ തന്നോട് ചേർത്ത് ഒരിക്കലും കൈവിടില്ലെന്ന് പറയാതെ പറഞ്ഞു അവൻ. ദേവേട്ടന് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഇപ്പതേ ഇവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതോടെ എല്ലാം മറന്നു കളഞ്ഞേക്കണം.
എനിക്കും ദേവേട്ടനും പരിചയം ഇവിടെ തറവാട്ടിൽ വന്നപ്പോഴാണെന്ന് മാത്രമേ എന്നും ഓർമ്മയിൽ വരാൻ പാടുള്ളൂ. എനിക്ക് എന്തേലും ഒരു കരടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ബന്ധത്തിൽ ഇത്ര ഹാപ്പി ആയിരിക്കില്ലല്ലോ. എനിക്ക് ദേവേട്ടനോടുള്ള സ്നേഹത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെയൊന്നുമില്ല നച്ചു. എനിക്ക് എന്നേക്കാൾ കൂടുതൽ വിശ്വാസമാണ് നിന്നെയും നിന്റെ സ്നേഹത്തെ, നമ്മുടെ പ്രണയത്തെ. പിന്നെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നത്? പിന്നെ ഒരു പ്രധാന കാര്യം, അന്ന് നടന്ന കാര്യങ്ങൾ എനിക്കും അജുവിനും അജയേട്ടനും തിരുമേനിക്കും മാത്രമേ അറിയൂ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ദേവേട്ടനും അറിഞ്ഞു. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? വേറെ ആരും ഇനി ഇതറിയാൻ ഇടവരരുത്. എനിക്കിഷ്ടമല്ല ആരും ദേവേട്ടനെ ഒന്നിന്റെ പേരിലും കുറ്റപ്പെടുത്തുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വരില്ല. വേഗം എന്റെ മാല തിരിച്ചതാ. ശിവ വേഗം തന്റെ കഴുത്തിൽ നിന്ന് മാല ഊരി അവൾക്ക് നേരെ നീട്ടി. ഇങ്ങനെയല്ല, കഴുത്തിൽ കെട്ടിത്തരണം. നച്ചുവിന്റെ കഴുത്തിലെ മാല അവൾ തന്നെ ഊരിമാറ്റി. ശിവ ആ മാല അവന്റെ കൈകൊണ്ട് തന്നെ അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. വേണേ താലി കെട്ടാനുള്ള ഒരു പ്രാക്ടീസായി ഇതിനെ കണ്ടോ ദേവേട്ട? ദാ ഈ മാല ദേവേട്ട എടുത്തു. പക്ഷെ കഴുത്തിലൊന്നും കെട്ടണ്ട, സൂക്ഷിച്ചു വെച്ചാ മതി. മാല മിസ്സായത് മമ്മയ്ക്ക് മനസ്സിലായാലോ എന്ന് കരുതിയാണ് ഞാൻ സെയിം മാല വാങ്ങിയത്. ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ ഇപ്പൊ തന്നെ അപ്പുറത്തേക്ക് പോകും. ദേവേട്ടൻ പോയി ഡ്രസ്സൊക്കെ മാറി കുറച്ച് കിടക്കാൻ നോക്ക്. നാളെ രാവിലെ അമ്പലത്തിൽ പോകുമ്പോ മാത്രമേ ഇനി കാണാൻ ചാൻസ് ഉള്ളൂ. സോ സുന്ദരനായി വന്നു. അല്ലെ ഞാൻ വേറെ ചെക്കനെ നോക്കും, പറഞ്ഞേക്കാം. അച്ചു, ഐ ലവ് യു. യു ആർ ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഗോഡ് ഹാസ് എവർ ഗിവൻ മീ ഇൻ മൈ ലൈഫ് ആൻഡ് ഐ വിൽ നെവർ ലൂസ് ഇറ്റ്. നച്ചു തന്റെ വീട്ടിലേക്കും ശിവമുറിയിലേക്കും പോയി. എല്ലാം മറക്കാൻ ദേവേട്ടൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അല്ലെ എപ്പോഴും അതൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ദേവേട്ടനെ കാണുമ്പോൾ എനിക്ക് സങ്കടാവും. അജുവിനോടൊന്ന് ദേവേട്ടനോട് സംസാരിക്കാൻ പറയണം. കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ് നല്ലതല്ലേ? വീട്ടിലെത്തുമ്പോൾ ദേ ഇരിക്കുന്നു അജു തന്നെയെ നോക്കി. എപ്പോഴും ഇങ്ങനെയാണ്. തനിക്ക് അവന് ആവശ്യമുള്ളപ്പോൾ എല്ലാം അവൻ അത് അറിഞ്ഞപ്പോൾ തന്റെ മുന്നിലുണ്ടാകും. തന്റെ വിഷമങ്ങൾക്ക് എല്ലാം ഉള്ള പരിഹാരം അവന്റെ കയ്യിലുണ്ടാകും. അജു, നിന്നെ കാണാൻ ഞാൻ വീട്ടിലേക്ക് വരണമെന്ന് ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ. എന്താണെന്ന് അച്ചു ഒരു വിഷമം പോലെ? എല്ലാം പറയാം, നീ വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്താന്ന് അച്ചു ഇത്ര സീരിയസ് ആയിട്ട് പറയാനുള്ളത്? ദേവേട്ടൻ എല്ലാം അറിഞ്ഞു. എങ്ങനെ അറിയാൻ? എന്റെ കഴുത്തിൽ മാല കണ്ടു. എന്നോടൊന്നും ചോദിച്ചൊന്നുമില്ല. വല്ലാതെ ഷോക്കായ പോലെ തോന്നി. സോ ഇനിയും മറച്ചു വെക്കേണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. എങ്കിലും എല്ലാം മറക്കാൻ ദേവേട്ടന് കുറച്ച് ടൈം എന്തായാലും വേണ്ടിവരും. അത് പിന്നെ ശിവയ്ക്കെന്നല്ല, ആർക്കായാലും കുറച്ച് സമയം വേണ്ടിവരും. എന്തായാലും ആ ഒരു ടെൻഷൻ മാറിയത് തന്നെ വലിയ കാര്യം. അല്ലെങ്കിൽ എപ്പോഴും മനസ്സിലൊരു പേടിയാണ്. എന്തെങ്കിലും അറിയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നോർത്തു. ഞാൻ എന്തായാലും ശിവയോട് ഒന്നുകൂടെ എല്ലാം സംസാരിച്ച് ശരിയാക്കാൻ നോക്കാം. ഇത് പറയാനാണ് ഞാൻ നിന്നെ കാണാൻ വരാൻ പോയത്. എനിക്ക് കാവിലും നഗത്രയിലും വിളക്ക് വെക്കാനുണ്ട്. ഞാൻ ഇപ്പൊ പോവും. നീ ഇപ്പൊ തന്നെ തറവാട്ടിൽ പോയി ദേവേട്ടനോട് സംസാരിച്ചോ. അതാ നല്ലത്. അല്ലെ നാളൊക്കെ ദേവേട്ടൻ മൂഡ് ഓഫ് ആയിരിക്കും. ലൈഫിലെ ഒരു പ്രധാന കാര്യം നടക്കുമ്പോൾ സന്തോഷത്തോടെ ദേവേട്ടൻ എന്റെ കൂടെ ഉണ്ടാകണം എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. ശിവ എന്തേ ഈ സമയത്ത് കിടക്കുന്നേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അജുവിന് അറിയില്ലേ എന്താ കാര്യമെന്ന്? അതൊക്കെ അറിയാം. പക്ഷെ അതിന്റെ പേര് അവളുടെ ദേവേട്ടൻ വിഷമിച്ചിരിക്കില്ല എന്നാണല്ലോ നച്ചു പറഞ്ഞത്. അവൾ പറഞ്ഞതൊക്കെ ശിവയ്ക്ക് മനസ്സിലായതല്ലേ? പിന്നെ എന്തിനാടോ? വിട്ടേക്ക്. എളുപ്പമല്ലെന്നറിയാം. പക്ഷെ ഇത് കാരണം ഇനി നച്ചുവിനെ സങ്കടപ്പെടുത്തല്ലേ? അന്ന് ആ സംഭവം നടന്ന സമയത്ത് നച്ചുവിന്റെ കൂടെ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ ഒന്ന് നേരെയാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തന്നെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ പറയണമെന്ന് തോന്നി. അവളുടെ ലൈഫിൽ തന്റെ മുഖം ഇനി ഒരിക്കലും കാണരുതെന്നാണ് അവൾ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ആഗ്രഹിച്ചത്. ഇപ്പോഴത്തെ അവളുടെ ആഗ്രഹം തന്നെ എന്നും കാണാനും കൂടെ നിൽക്കാനുമാണ്. അതിനുവേണ്ടി മാത്രമാണ് അവൾ മുത്തശ്ശനെ സോപ്പിട്ട് ഈ മാരേജ് പോലെ വേഗം നടത്താനുള്ള തീരുമാനം എടുപ്പിച്ചത്. സോ അത്രത്തോളം തന്നെ സ്നേഹിക്കുന്ന അവളെ ഇനിയും വിഷമിപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ശിവയാണ്. എനിക്കെല്ലാം അറിയാം അജു. പക്ഷെ എന്തോ ഇന്നലെ ആ മാല അവളുടെ കഴുത്തിൽ കണ്ടപ്പോൾ എന്റെ അവസ്ഥ തനിക്കെന്നല്ല ആർക്കും മനസ്സിലാവില്ല. ഒരു നിമിഷമെങ്കിലും ആ പെൺകുട്ടി എന്റെ നച്ചു അല്ലെന്ന് അവൾ പറയണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി. എന്നെങ്കിലും ആ കുട്ടിയെ കാണുമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ നച്ചുവാണ് അവൾ എന്ന് അറിഞ്ഞപ്പോൾ കുറച്ചു നേരത്തേക്കെങ്കിലും അവളെ സ്നേഹിക്കേണ്ടായിരുന്നു എന്ന് പോലും തോന്നി. എന്നാൽ അവൾ എന്നെ ഒന്ന് ക്ഷമ ചോദിക്കാൻ പോലും അനുവദിച്ചില്ല. ഞാൻ എല്ലാം മറക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അത് കുറ്റബോധം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. നച്ചുവിനെ ഇനിയും വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. ഒരിക്കലും ഒന്നിന്റെ പേരിലും അവളെ വേദനിപ്പിക്കാൻ വിടില്ല എന്ന് പറഞ്ഞ ഞാൻ തന്നെയാണ് അവളുടെ ലൈഫിലെ ഏറ്റവും വലിയ വേദന കൊടുത്തത് എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എല്ലാം ഇപ്പൊ തന്നെ മറക്കാൻ തുടങ്ങിക്കോ. നാളെ റിംഗ് എക്സ്ചേഞ്ച് നടക്കുന്ന ഓർമ്മയുണ്ടല്ലോ. നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. സോ അതിന് സന്തോഷത്തോടെയുള്ള അവളുടെ ദേവേട്ടന് വേണം നച്ചു കാണാൻ. ശിവയ്ക്ക് നച്ചുവിനെ ഒന്ന് കണ്ടാക്കൊള്ളാം എന്നുണ്ടെങ്കിൽ കാവിലേക്ക് പൊയ്ക്കോ. അവളിപ്പോ വിളക്ക് വെക്കാൻ പോകും. ഞാൻ പോട്ടെ, എനിക്ക് അപ്പൂനെ ഒന്ന് കാണാം. ഡോറിൽ ഒന്ന് മുട്ടി നോക്കാം. അപ്പു എന്ത് ചെയ്യുവാ? അജുവേട്ട തുറന്നോ? ഡോർ ക്ലോസ് ചെയ്തിട്ടില്ല. നീ ഇതെന്താ ബുക്സ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്? എന്റെ ക്ലാസ്സും എക്സാമും ഒക്കെ കഴിഞ്ഞല്ലോ. സോ എല്ലാം കെട്ടിപ്പറക്കി വെച്ചേക്കാം എന്ന് കരുതി. അത് നല്ലതാണ്. വെറുതെ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ നിനക്ക് പഠിക്കാൻ ഇപ്പോൾ ഉള്ള മോഡ് പോയാലോ എന്നൊരു പേടി എനിക്കുണ്ട്. അതൊന്നും ഇനി ഉണ്ടാവില്ല. എനിക്കും തോന്നി നിങ്ങൾ എല്ലാവരും MBA ക്കാരല്ലേ,
ഞാൻ മാത്രം വെറും ഡിഗ്രി ആയ എനിക്കൊരു വില ഉണ്ടാവില്ല ഇവിടെ. എന്തായാലും വേണ്ടില്ല, നീ പഠിക്കാൻ പോകാൻ തീരുമാനിച്ചല്ലോ, എനിക്ക് അത് മതി. എന്നെ കാണാൻ വന്നതാണോ? നിന്നെയും കാണണം, നിന്റെ ഏട്ടനെയും കാണണം. ശിവേട്ടനെ കണ്ട് സംസാരിച്ചു. അജുവേട്ടൻ ഹാപ്പിയാണോ മാരേജ് ഇപ്പൊ ആയതിൽ? എന്നെ കണ്ട തോന്നില്ലേ ഞാൻ ഹാപ്പിയാണെന്ന്? എല്ലാം പെട്ടെന്നല്ലേ തീരുമാനമായത്, അതാ എനിക്കൊരു ഡൗട്ട്. നമ്മൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നേരത്തെ ആയാലും കുറച്ച് കഴിഞ്ഞാലും ഞാൻ ഹാപ്പിയാണ്. നിനക്ക് എന്താ തോന്നുന്നത്? സന്തോഷമാണോ? ഞാൻ അച്ചു ചേച്ചി പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷത്തിലാണ്. അച്ചുവേട്ടനെ എന്നും കാണാലോ. ഇപ്പോഴും നമ്മൾ എന്നും കാണാറില്ലേ? കല്യാണം കഴിഞ്ഞ അതുപോലെ അല്ലല്ലോ. മോളുടെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ? അതൊന്നും അല്ല അജുവേട്ട, ചുമ്മാ എന്തൊക്കെയോ പറയാതെ. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം അജുവേട്ടൻ വേണ്ടാത്ത എന്തെങ്കിലും കാര്യമായിരിക്കും ആലോചിച്ചതെന്ന്. എന്റെ മോളെ, കെട്ടിക്കഴിഞ്ഞു അതൊന്നും വേണ്ടാത്തതാണെന്ന് പറഞ്ഞേക്കല്ലേ എന്റെ ജീവിതമാണ്. ഓ, അതൊക്കെ നമുക്ക് കെട്ടുകഴിഞ്ഞ് ആലോചിക്കാം. ഇപ്പൊ പോവാൻ നോക്ക്, എനിക്ക് കുറച്ചുകൂടി പണി ബാക്കിയുണ്ട്. ആലോചിച്ചാ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം.